പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല സന്ധ്യാവേളയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം പറയുന്നു. അല്പനേരം തിരുവചനത്തിന് മുമ്പിൽ നമ്മൾ താണിരിപ്പാൻ കർത്താവിൽ നമ്മൾ ശരണപ്പെടുകയാണ്. ദൈവസന്നിധിയിൽ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ദൈവസന്നിധിയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാനും ഒക്കെ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകി തരുന്നല്ലോ. തുടർന്ന് ദൈവവചനത്തിൻ്റെ മുൻപിൽ നമ്മളെ തന്നെ, നമ്മുടെ കാതുകളെ ഒന്ന് കൂർപ്പിച്ച് ദൈവമേ എന്നോടൊന്ന് സംസാരിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ഇന്ന് സന്ധ്യാവേളയിലെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യമാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത്. 1 പത്രോസ് 5-ാം അധ്യായം 6-ാമത്തെ വാക്യം. ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് വായിക്കാമോ? ഇത് നമുക്ക് വളരെയേറെ സുപരിചിതവും ഒത്തിരിയേറെ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതുമായ ഒരു തിരുവചന ഭാഗമാണ്. പ്രാർത്ഥനയുമായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേദഭാഗമാണ് ഈ വേദഭാഗം. ദൈവദാസന്മാരോട് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പറയുമ്പോൾ ദൈവദാസന്മാർ തിരിച്ച് മറുപടി പറയുന്ന ഒരു വേദഭാഗമാണ്. സഹോദര സഹോദരി, ദൈവം തക്ക സമയത്ത് നിങ്ങളെ വിടുവിക്കും, തക്ക സമയത്ത് ദൈവം അനുഗ്രഹിക്കും. എന്നാൽ പല സമയങ്ങളിലും പ്രശ്നത്തിന് നടുവിലിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന് ചോദിക്കുവാനുള്ളൊരു ചോദ്യം ഇതാണ്: പാസ്റ്ററെ, തക്ക സമയം ഏതാണ്? ഒത്തിരി നാളായി ഞാൻ പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ജീവിതത്തിൽ മറുപടിയില്ലാതെ നാളുകളായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, എപ്പോഴാണ് ഈ തക്ക സമയം എന്ന് പറയാം? അപ്പോൾ ദൈവത്തിൻ്റെ സമയം എപ്പോഴാണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാനായിട്ടുള്ള സമയം ഇന്ന് ഈ സന്ധ്യയിൽ നമുക്കെടുക്കാം. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ അവിടെ ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ പറയുന്ന കുറച്ച് കാര്യം. എല്ലാത്തിനും ഒരു സമയമുണ്ട്. അന്നേരം സമയത്തെക്കുറിച്ച് ഇങ്ങനെ ശലോമോൻ പറയുകയാണ്: ജനിപ്പാനൊരു കാലം, മരിപ്പാനൊരു കാലം, നടുവാനൊരു കാലം, ഇങ്ങനെ കരവാൻ കാലം, ചിരിപ്പാൻ കാലം, സമ്പാദിപ്പാൻ കാലം, നഷ്ടമാവാൻ കാലം, കീറുവാൻ കാലം, ഇങ്ങനെ കാലങ്ങളെക്കുറിച്ച് ശലോമോൻ പറയുകയാണ്. അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ശലോമോൻ പറയുകയാണ്: അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാം അതാത് സമയങ്ങളിൽ ഭംഗിയായി ചെയ്യുന്ന കർത്താവാണ്. നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും തന്നെ യാദൃച്ഛികമായി വരുന്നില്ല. ഒരുപക്ഷെ നമുക്ക് യാദൃച്ഛികമെന്ന് തോന്നി, നമുക്ക് അത് ബുദ്ധിമുട്ടെന്ന് തോന്നിയതാണെങ്കിലും ദൈവത്തിൻ്റെ പ്ലാനിലും പദ്ധതിയും ഇല്ലാത്ത ഒരു കാര്യം പോലും നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നില്ല. എല്ലാത്തിനും ദൈവത്തിന് ഒരു സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയും ആ സമയം വരുന്നിടം വരെയും കാത്തിരുന്ന് ആ വിടുതലുകൾ പ്രാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാന വിഷയം എന്ന് പറയുന്നത്. ദാനിയേലിന്റെ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ ദാനിയേൽ പ്രവാചകൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കൂ. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. അപ്പോൾ സമയത്തിന്റെ എല്ലാം കൺട്രോൾ ഇരിക്കുന്നത് സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലാണ്. ആ ദൈവം നയിക്കുന്നത് പോലെ, ദൈവം നിയന്ത്രിക്കുന്നത് പോലെയാണ് ഈ ലോകത്തിലുള്ള സകല വിഷയങ്ങളും നടത്തപ്പെടുന്നത്. ദൈവം അറിയാതെ നമ്മുടെ തലയിൽ ഒരു മുടി പോലും താഴെ വീഴുന്നില്ല. ഈ തിരുവചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് ദൈവസന്നിധിയിൽ അത് വിശ്വസിക്കുവാനായിട്ട് കഴിയണം. രോഗത്തിൽ ഭാരപ്പെടുന്ന വ്യക്തികൾക്ക് വിശ്വസിക്കാൻ കഴിയണം: എനിക്ക് ഈ രോഗം വന്നത് ദൈവത്തിന്റെ പദ്ധതിയിലുള്ള കാര്യമാണ്, ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കുന്നില്ല. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നത് ഇപ്രകാരമാണ്: ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം
തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്ക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. അന്നേരം ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കൂ. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അതെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്ക. മലയാളത്തിൽ അത് വൈകിയാലും എന്നുള്ള ആ പദം ട്രാൻസ്ലേഷനിൽ വന്ന അല്പമായ ബുദ്ധിമുട്ടാണ്. വൈകി എന്ന് തോന്നിയാലും, അതാണ് അതിന്റെ ശരിയായ ട്രാൻസ്ലേഷൻ. വൈകി എന്ന് നമുക്ക് തോന്നിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. എന്നാലും ഈ ദൈവവചനത്തിന്റെ നമ്മളെ എൻകറേജ് ചെയ്യുന്ന ഈ വചനങ്ങൾ ദൈനംദിനത്തിൽ നമ്മൾ ധ്യാനിക്കുകയും നമ്മൾ അതിൽ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും ചെയ്യുവാൻ നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. എന്നാലും ദൈവത്തിന്റെ സമയങ്ങളെക്കുറിച്ച്, ദൈവം പ്രവർത്തിക്കാനുള്ള സമയങ്ങൾ എപ്പോഴൊക്കെയാണെന്നുള്ളത് അല്പനേരം നമുക്ക് ചിന്തിക്കുവാനായിട്ട് നമുക്ക് തുടങ്ങാം. ദൈവം ഒരു അത്ഭുതം, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടി ദൈവം നമുക്ക് തരുന്നതിന് വിവിധമായ സമയങ്ങളും കാലങ്ങളും വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മൾ നാളുകളായി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ ആ മറുപടി നമ്മുടെ കരങ്ങളിൽ ഇതുവരെയും എത്തിയിട്ടില്ലായിരിക്കാം. ഒരു പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ തന്നെ ദൈവികമായ വിടുതലുകൾ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. അത് സാഹചര്യങ്ങളും നമ്മളുടെ പ്രാർത്ഥനയും നമ്മുടെ വിശ്വാസവും ത്തിനും അനുസരിച്ചാണ് ദൈവം നമ്മളെ വിടുവിക്കാനായിട്ട് പോകുന്നത്. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 4-ാമത്തെ അധ്യായത്തിൽ 37-ാമത്തെ വാക്യത്തിൽ ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വലിയ പ്രശ്നം, ശിഷ്യന്മാർ പടകിൽ അക്കരയ്ക്ക് പോകുന്ന മാത്രയിൽ അവര് പെട്ടെന്ന് തന്നെ വളരെ ചുഴലിക്കാറ്റുണ്ടായി ആ പടക് മുങ്ങുമാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുന്നു. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ നിങ്ങൾ നോക്കിക്കേ, അവർ പടകിൽ യാത്ര ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ അവിടെയൊക്കെ വലിയ കാറ്റും തിരമാലയും ഒക്കെ ഉണ്ടായി. അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്ന് അവർ ആ ഗനസരേത്ത് തടാകത്തിൽ അവര് മുങ്ങിത്താണു പോകും എന്നുള്ളതായ ആ ഒരു സാഹചര്യം വന്ന ഒരു പ്രത്യേകമായ അനുഭവം. ഈ അനുഭവത്തിൽ ഈ ശിഷ്യന്മാർ ചെയ്തതായ ഒരു വിഷയം, അവർ അവരുടേതായ അനുഭവ സമ്പത്ത് കൊണ്ടും അവരുടേതായ ആ ഗലീല തടാകത്തിന്റെ പരിചയ സമ്പന്നത വെച്ച് ആ പടകിനെ ഒന്ന് നിയന്ത്രിക്കുവാനായിട്ട് അവരൊരു പരിശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ അവരുടെ പരിശ്രമം എല്ലാം അസ്ഥാനത്താകുമ്പോൾ യേശു അവിടെ എന്ത് ചെയ്യുകയായിരുന്നു? യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ യേശുവിനെ ഉണർത്തി അവർ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. ഗുരു, 38-ാമത്തെ വാക്യം, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? യേശുവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾ ഈ പടകിൽ മുങ്ങിച്ചാകുന്ന നിനക്കൊരു വിചാരമില്ലയോ? യേശുവിന് മറുപടി എന്താണ്? അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തത ഉണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അപ്പോഴ് ശിഷ്യന്മാരുടെ വിശ്വാസം കണ്ടിട്ടല്ല യേശു അവിടെ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയത്. ആ പ്രത്യേകമായ സാഹചര്യത്തിൽ, ആ നിമിഷത്തിൽ യേശു അവരെ ആ പ്രതിസന്ധിയിൽ നിന്ന് വിടുവിക്കുകയാണ്. ഭീരുത്വമായിരുന്ന, ഭയപ്പെട്ടിരുന്ന, നശിക്കുമെന്നുള്ള പേടി കൊണ്ടിരുന്ന ആ പ്രത്യേകമായ സാഹചര്യത്തിൽ യേശു അവരുടെ വിശ്വാസം കണ്ടിട്ടല്ല, മറിച്ച് അവരുടെ സാഹചര്യം കണ്ടിട്ടാണ് യേശു കർത്താവ് അവിടെ അത്ഭുതം ചെയ്യുന്നത്. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ വിശ്വാസമൊന്നുമില്ലെങ്കിലും ചില സന്ദർഭങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ, പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ വിടുവിക്കുവാനിടയാകും. ദൈവം നമ്മുടെ വിശ്വാസം കണ്ടിട്ടല്ല, മറിച്ച് ആ സാഹചര്യത്തിന്റെ ബേസിൽ കർത്താവ് നമ്മളെ വിടുവിച്ചെന്നിരിക്കും. എന്നാൽ ഇവിടെ ശിഷ്യന്മാർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. സാഹചര്യം അത്രം അങ്ങനെ ആയിരുന്നു. ആ സാഹചര്യത്തിന്റെ ബേസിലാണ് യേശു കർത്താവ് ആ പ്രശ്നത്തിൽ നിന്ന് അവർക്കൊരു വിടുതലുണ്ടായത്. അപ്പോൾ ദൈവത്തിന്റെ അവിടുത്തെ ആ സമയം, ഓൾ ഓഫ് എ സഡൻ നൗ,
ആ മൂമെന്റിൽ ദൈവം അവിടെ വിടുവിക്കുകയാണ്. ദൈവം ആ സമയത്ത് അവരെ വിടുവിച്ചില്ലെങ്കിൽ അവർ മുങ്ങും, അവര് തകർന്നു പോകും. അത് ദൈവത്തിന് അറിയാം. ഇനിയും അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗം. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്ന് അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിക്കുവാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടക്കുവാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. 4-ാമത്തെ വാക്യം. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവനെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു. അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അടുത്ത പദം നിങ്ങൾ ശ്രദ്ധിക്കണം. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ ചെന്നു. നിങ്ങൾ നോക്കിയേ, ഇവിടെ പത്രോസും യോഹന്നാനും ഈ മുടന്തനായ മനുഷ്യനെ സൗഖ്യമാക്കുന്നത് അവന്റെ സാഹചര്യത്തിന്റെ ബേസിലല്ല, മറിച്ച് അവന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ ഉടനെ തന്നെ ഒരു വിടുതൽ പ്രാപിപ്പാനായിട്ട് കഴിഞ്ഞത്. അവിടെ വായിക്കുന്ന ആ പദം നിങ്ങൾ ശ്രദ്ധിക്കൂ. ക്ഷണത്തിൽ. ഒരു എക്സ്ട്രാ ടൈം എടുത്തില്ല. ഇന്നല്ല, നാളെയല്ല, ഒരു മാസം കഴിഞ്ഞല്ല, ഒരു വർഷം കഴിഞ്ഞല്ല. ദൈവത്തിന്റെ പ്രവൃത്തി ആ മൂമെന്റിൽ അവിടെ നടക്കുവാനിടയായി. അപ്പോൾ ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട്, ഈ പ്രസംഗം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ദൈവികമായ വിടുതൽ നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ തലമുറകളിൽ അനുഭവിക്കാൻ കഴിയും. ഒരേ ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കണം. യെസ്, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യും. എൻ്റെ ദൈവം എന്നെ വിടുവിക്കും. ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അതിന് ഒത്തിരി സമയം വേണമെന്നില്ല. ഇപ്പോൾ തന്നെ എനിക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയും. ദൈവമക്കളെ, നമുക്ക് പലപ്പോഴും അവിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് വരാറുണ്ട്. വിശ്വസിക്കുവാനായിട്ട് കഴിയുന്നില്ല. നിങ്ങൾ നോക്കിയ മനുഷ്യൻ ക്ഷണത്തിൽ അവന്റെ ആ ഹീലിംഗ് എന്ന് പറയുന്നത് ആ ഒരു മൂവ്മെന്റ് ഓഫ് ടൈമില് അവന്റെ ശരീരത്തിൽ ശക്തി പകരപ്പെട്ടു. നിങ്ങൾ നോക്കിയേ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ശരീരത്തിലും ആ വിടുതൽ അനുഭവിക്കാൻ കഴിയും. നിങ്ങൾ വിശ്വസിക്കണം. എൻ്റെ യേശു എന്നെ വിടുവിക്കുവാൻ മതിയായ ദൈവമാണ്. അപ്പോൾ ഞാൻ ദൈവത്തിന്റെ സമയം എന്ന് പറഞ്ഞ ആദ്യത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത് നൗ, അല്ലെങ്കിൽ ഇപ്പോൾ, ഈ നിമിഷം നിങ്ങൾക്ക് ദൈവികമായി വിടുതൽ പ്രാപിക്കാൻ കഴിയും. അതിനകത്ത് 2 കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, സാഹചര്യത്തിന്റെ വെളിച്ചത്തിൽ ദൈവം ചില വിടുതലുകൾ അയക്കും. അത് നിങ്ങളുടെ വിശ്വാസം ഇല്ലെങ്കിൽ പോലും ദൈവം നിങ്ങളെ വിടുവിക്കും. രണ്ടാമത്തെ, നിങ്ങളുടെ ഇപ്പോൾ ഉടനടി നടക്കുന്ന വിടുതൽ, അത് നിങ്ങളുടെ വിശ്വാസത്തിൽ അടിസ്ഥാനമായ കാര്യമാണ്. റോമാലേഖനം 8-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചേ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. നമ്മളെല്ലാം നമ്മുടെ വിടുതൽ, ഇപ്പോഴുള്ള വിടുതൽ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ രോഗസൗഖ്യവും നമ്മുടെ ജോലി കിട്ടുന്നതും അങ്ങനെ നമ്മുടെ വീട്ടിലുള്ളതായ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും ബേസ് ചെയ്യുന്നത്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. ഇന്ന് ഈ നിമിഷം നിങ്ങൾക്ക് കർത്താവിലൊന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു കാര്യം നിത്യമായ സ്വർഗം. അത് ഏറ്റവും പരമപ്രധാനമാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ദൈവത്തിലേക്കാകുന്ന ദൈവികമായ ബന്ധത്തിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ വിടുതൽ എന്ന് പറയുന്നത് അവന് സ്വർഗരാജ്യം അവന് ഉറപ്പായി കൺഫേമായി കിട്ടുക എന്നുള്ളതാണ്. ഈ തിരുവചനം കേൾക്കുമ്പോൾ ആരെങ്കിലും യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്തവരോ, യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാത്തവരോ, ലോകപരമായ അനുഭവങ്ങളിൽ കൂടെ പോകുന്നവരോ ആയ ആരെങ്കിലും ഈ തിരുവചനം കേൾക്കുന്നുണ്ടെങ്കിൽ, യേശു കർത്താവ് നിങ്ങളോടാണ് ഈ വചനത്തിൽ കൂടെ സംസാരിക്കുന്നത്. യേശുവിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ നിമിഷം നിങ്ങൾ കൊടുക്കുക. ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം.
നാളെ അടുത്ത മൂവ്മെന്റ് എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും ഉള്ളതല്ല. ഈ നിമിഷം കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഞാൻ മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ സമയം എന്ന് പറഞ്ഞത് ആദ്യം ഞാൻ ഇപ്പോൾ അല്ലെ നൗ എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് ഞാൻ കിടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 43-ാമത്തെ വാക്യത്തിൽ, ആ 23-ാം അധ്യായത്തിൽ യേശു കർത്താവിന്റെ ക്രൂശീകരണമാണ് നമ്മൾ കാണുന്നത്. യേശു കർത്താവിന്റെ ക്രൂശീകരണ വേളയിൽ യേശുവിന്റെ ഇടത്തും വലത്തുമായി 2 കള്ളന്മാരെ ക്രൂശിച്ചതായി നമുക്ക് കാണുകയാണ്. ഈ 2 കള്ളന്മാരും യേശു കർത്താവിന് നീ ഇത് നിന്റെ കുറ്റം കൊണ്ടാണ് നീ ഇത് അനുഭവിക്കുന്നത്, നീ ദൈവപുത്രനാണെങ്കിൽ നീ താഴേക്കിറങ്ങി വരുന്നൊക്കെയുള്ള പല കാര്യങ്ങൾ ആ കള്ളന്മാർ പറയുന്നതായിട്ട് നമുക്ക് തിരുവചനത്തിൽ കാണാനായിട്ട് കഴിയും. എന്നാൽ അതിൽ ഒരു കള്ളന്റെ ജീവിതത്തിൽ ഒരു കള്ളന് മാനസാന്തരം ഉണ്ടാകുന്നു. ഒരു കള്ളൻ പറയുകയാണ്, അയ്യോ നമ്മൾ ഈ ശിക്ഷ അനുഭവിക്കുന്നത്, ഈ വേദന നമ്മൾ അനുഭവിക്കുന്നത് അത് നമ്മൾ ചെയ്തതായ കുറ്റം കൊണ്ടാണ്. നമ്മൾ വെറുതെയല്ല ഈ ശിക്ഷ അനുഭവിക്കുന്നത്. 40-ാമത്തെ വാക്യം 23-40-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുകയാണ്, മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവധിയിൽ തന്നെ ആയിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നല്ലോ, നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അവന് ആ ക്രൂശിൽ കിടന്നുകൊണ്ട് ഈ കള്ളന് ഒരു അനുതാപം ഉണ്ടാകുകയാണ്, അവനൊരു മാനസാന്തരം ഉണ്ടാകുകയാണ്. അവൻ കള്ളനാണ്, പക്ഷേ അവനൊരു മാനസാന്തരം ഉണ്ടാകുന്നു. ഈ മാനസാന്തരം ഉണ്ടായി അവൻ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അവൻ ദൈവത്തോട് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. 43-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുന്നു, യേശു അവനോട് പറയുകയാണ്, നീ രാജ്യത്വം കള്ളൻ യേശുവിനോട് പറയുകയാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. എന്നാൽ ഒരു കള്ളൻ അവൻ യേശുവിനെ കുറ്റം വിധിക്കുമ്പോൾ, അവനോട് വേണ്ടാത്തത് പറയുമ്പോൾ, മറ്റേ കള്ളൻ അവന്റെ തെറ്റിനെ ഏറ്റുപറയുന്നു. അവനൊരു മാനസാന്തരം ഉണ്ടാകുന്നു. അവന്റെ ജീവിതത്തിലെ തെറ്റുകൾ അവൻ ഏറ്റുപറയുന്നു. അവൻ യേശുവിനോട് പറയുകയാണ്, ഞാൻ തെറ്റ് ചെയ്തവനാണ്, ഞാൻ പാപം ചെയ്തവനാണ്, ഞാൻ വേണ്ടാത്തത് ചെയ്തിട്ടുണ്ട്, ഒത്തിരി മോഷണം നടത്തിയിട്ടുണ്ട്, ഒത്തിരി പേരെ കൊന്നിട്ടുണ്ട്, വേണ്ടാത്ത ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നെനിക്കൊരു ജീവിതത്തിൽ ഒരു അനുതാപം ഉണ്ടായിരിക്കുന്നു കർത്താവേ, എന്നോട് മനസ്സലിയണമേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർത്തുകൊള്ളണമേ. അവന്റെ ആ പ്രാർത്ഥനയിൽ 43-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കൂ. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു. അപ്പോൾ രണ്ടാമത്തെ എന്റെ പോയിന്റ് ഇന്ന് എന്നുള്ളതാണ്. ഞാൻ മുമ്പേ പറഞ്ഞത് ഇപ്പോൾ എന്നുള്ളതിനെ കുറിച്ചും, രണ്ടാമത്തെ പോയിന്റ് ഇന്ന് എന്ന വിഷയത്തെക്കുറിച്ചുമാണ്. യേശു കർത്താവ് അവനോട് പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവ് നമുക്ക് വേണ്ടി നൽകിത്തരുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു വിഷയം, ഇന്ന് നിനക്കൊരു അനുതാപമുണ്ടെങ്കിൽ, ഇന്ന് നിനക്കൊരു മാനസാന്തരമുണ്ടെങ്കിൽ, ഇന്ന് നിന്റെ തെറ്റുകളെ നിനക്കൊന്ന് ഏറ്റുപറയാൻ മനസ്സുണ്ടെങ്കിൽ, ഇന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് നിനക്ക് വരാൻ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നിനക്ക് നടക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് നിന്റെ ജീവിതത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാനെങ്കിൽ, റിബല്ലാകാതെ മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യാതെ തന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യാനും തന്നെ തന്നെ ഒന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാനും എനിക്കും നിങ്ങൾക്കും സാധ്യമുണ്ടെങ്കിൽ, യേശു കർത്താവ് നമ്മുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇപ്രകാരം പറയും, ഇന്ന് ഈ വ്യക്തിക്ക് സ്വർഗരാജ്യം ലഭിച്ചിരിക്കുന്നു, നീ ഇന്ന് എന്റെ കൂടെ പറുദീസയിലിരിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ, ആ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു വിഷയം ചുങ്കക്കാരനായ സക്കായിയുടെ കഥയാണ്, സക്കായിയുടെ കാര്യമാണ് നമ്മൾ കാണുന്നത്. ഈ മനുഷ്യൻ അവൻ ചുങ്കക്കാരിൽ പ്രമാണിയാണ്. അവൻ നിരവധിയായി മറ്റുള്ളവരുടെ നിന്നും ടാക്സ് പണം വേണ്ടാത്തത് മേടിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മനുഷ്യൻ, അവന്റെ ഹൃദയത്തിൽ ഒരു താല്പര്യമുണ്ടായി, എനിക്ക് എൻ്റെ യേശുവിനെ ഒന്ന് കാണണം. ഇങ്ങനെ യേശുവിനെ കാണുവാൻ വേണ്ടി അവൻ ചെയ്തതെന്താണ്? ഒരു കാട്ടത്തിയുടെ മേൽ കയറിയിരിക്കുകയാണ്. ഞാൻ ആ സക്കായിയുടെ വിഷയത്തെ കൂടുതലായി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇന്ന് എന്നുള്ള ആ പദത്തെ ഒന്ന് കാണിക്കുവാൻ വേണ്ടി ഞാൻ 1-2 ഭാഗം മാത്രം നിങ്ങളുടെ മുമ്പിലേക്ക് ഇടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്.
അവിടെ സക്കായിയുടെ അടുക്കിലേക്ക് സക്കായി യേശുവിനെ കാണുവാൻ കാട്ടത്തി മരത്തിൽ കയറുന്നു. അവൻ കാട്ടത്തി മരത്തിൽ കയറിയപ്പോൾ യേശു അതിലേക്കൂടെ വരികയാണ്. നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട് യേശുവിനെ കാണണമെന്ന്. ആ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ അറിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. യേശു സക്കായി ഇരുന്ന മരത്തിന്റെ അരികിൽ കൂടെ വരികയാണ്. കാരണം സക്കായി ആ മരത്തിൽ യേശുവിനെ കാണാൻ കയറിയിരിക്കുന്നു എന്നുള്ളതായ വിവരം യേശു അറിഞ്ഞു. അതറിഞ്ഞതുകൊണ്ടാണ് യേശു അതുവഴിയായി വന്നത്. യേശു അവിടെ വന്നിട്ട് സക്കായിലേക്ക് നോക്കിയ മരത്തിലേക്ക് നോക്കിയിട്ട് അവൻ മേലോട്ട് നോക്കിയിട്ട് ഇപ്രകാരം പറയുകയാണ്, സക്കായിയെ നീ വേഗം ഇറങ്ങി വാ. എന്നിട്ട് അടുത്ത ഭാഗം ശ്രദ്ധിക്കണം, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ശ്രദ്ധിക്കണമേ, യേശു അവന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഏതു വ്യവസ്ഥയിലാണ് യേശു കർത്താവ് ആ ദിവസം ആ മൊമെന്റിൽ സക്കായിയോടൊപ്പം കടന്നു പോകുവാനിടയായി തീർന്നത്? യേശുവിനെ കാണുവാനുള്ള തീവ്രമായ അവന്റെ ആഗ്രഹം. അതാണ് യേശു അവന്റെ വീട്ടിലേക്ക് വരുവാൻ നിധാനമായത്. ഈ തിരുവചനം കേൾക്കുന്ന ദൈവവൈതലിനോട് ഞാൻ ചോദിക്കട്ടെ, യേശുവിനെ നിന്റെ വീട്ടിലേക്കൊന്ന് ക്ഷണിക്കുവാൻ, യേശുവിനെ എനിക്ക് കാണണം, യേശുവിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ തിരുവചനം കേൾക്കുന്നുണ്ടെങ്കിൽ യേശു നിന്റെ വീട്ടിൽ വരാൻ, യേശു നിന്റെ ഹൃദയത്തിലേക്ക് വരാൻ തയ്യാറാണ്. എന്നിട്ട് യേശു അവന്റെ വീട്ടിൽ അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. 7-ാമത്തെ വാക്യം 19:7 ലൂക്കോസിന്റെ സുവിശേഷം. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർക്കുവാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. 8-ാമത്തെ വാക്യം സക്കായിയുടെ അനുതാപമാണ്, മാനസാന്തരമാണ്. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത ഭാഗം ശ്രദ്ധിക്കണമേ, യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ ദൈവികമായ സമയത്തിൽ 2-ാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത് ഇന്ന് എന്നുള്ള വിഷയമാണ്. അവൻ ദൈവസന്നിധിയിൽ ഒരു മാനസാന്തരത്തിനും ദൈവികമായ അവന്റെ തെറ്റുകളെ ഒന്ന് ഏറ്റുപറയാനും അതിലവൻ അനുതാപമുണ്ടായ, കർത്താവെ, ഞാൻ അധികമായി വല്ലതും ചതിവായിട്ട് ഒത്തിരി മേടിച്ചിട്ടുണ്ട്, അതിന്റെ എല്ലാം 4 മടങ്ങ് ഞാൻ മടക്കി കൊടുക്കാൻ പോവുകയാണ്. ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിനെല്ലാം ഞാൻ 4 മടങ്ങ് ഞാൻ മടക്കി കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് റിയൽ ആയിട്ടുള്ള മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവികമായ വിടുതൽ നമ്മുടെ മാനസാന്തരത്തിൽ അധിഷ്ഠിതമായതാണ്. നമ്മുടെ മാനസാന്തരമില്ലാതെ ദൈവമേ നീ എന്നെ വിടുവിക്കണം എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളെ വിടുവിക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെന്താ ചെയ്യണമെന്നത്? കർത്താവെ, ഞാൻ മാനസാന്തരപ്പെടുന്നു. ഏതെല്ലാം മേഖലകളിലാണോ എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ വന്നിട്ടുള്ളത്, തെറ്റ് വന്നിട്ടുള്ളത്, അവിടെ ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ആക്കുന്നു. ദൈവസന്നിധിയിൽ നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ഭാഗങ്ങൾ ക്ലിയർ ആക്കാതെ നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ട് യാതൊരു വിധമായ പ്രയോജനങ്ങളുമില്ല. നമ്മൾ പ്രയോജനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടുന്നത്? നമ്മുടെ ഭാഗം ക്ലിയർ ആക്കണം. ഇന്ന് പലർക്കും സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, അവർ മറ്റുള്ളവരോട് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയും, പക്ഷേ അവരുടെ സ്വന്തമായ ജീവിതത്തിൽ അവരെ തിരുത്തുവാൻ അവർ തയ്യാറല്ല. ദൈവികമായ ആലോചനയ്ക്ക് മുൻപാകെ സമർപ്പിക്കുവാൻ തയ്യാറല്ല. എല്ലാവർക്കും വിടുതൽ ആവശ്യമാണ്, മറുപടി ആവശ്യമാണ്, അനുഗ്രഹങ്ങൾ ആവശ്യമാണ്, ജോലി ആവശ്യമാണ്, രോഗസൗഖ്യം ആവശ്യമാണ്, തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആവശ്യമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ തിരുത്തേണ്ടുന്നതായ വിഷയങ്ങളെ തിരുത്തുവാൻ നമ്മൾ തയ്യാറാണോ? ഇതാണ് നമ്മൾ ചോദിക്കേണ്ടുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഈ സക്കായി അവന്റെ ജീവിതത്തിൽ തെറ്റായ കാര്യങ്ങളെ തിരുത്തുവാൻ അവൻ തയ്യാറായി. അവൻ തിരുത്തുവാൻ തയ്യാറായപ്പോൾ അവന്റെ ജീവിതത്തിൽ രക്ഷ എന്നുള്ള സംഭവം അവിടെ കടന്നു വരികയാണ്. ഇവനും അബ്രഹാമിന്റെ സന്തതിയാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. അപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് നിങ്ങളെ ദൈവത്തിന് വിടുവിക്കാനായിട്ട് കഴിയും. ഇന്ന് നിങ്ങളെ ദൈവത്തിന് സൗഖ്യമാക്കുവാനായിട്ട് കഴിയും. ഇന്ന് നിങ്ങളുടെ പ്രശ്നത്തിന് കർത്താവിന് പരിഹാരം തരുവാനായിട്ട് കഴിയും. പക്ഷെ കർത്താവ് നോക്കുന്നത് നിങ്ങളുടെ ഗുണീകരണമാണ്, നിങ്ങളുടെ മാനസാന്തരമാണ്, നിങ്ങളുടെ ദൈവമായിട്ടുള്ള അഭേദ്യമായ ബന്ധമാണ്. ഇത് നിങ്ങൾ തിരുത്താത്തിടത്തോളം കാലം നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ പ്രാപിക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങളെ ഒതുക്കി വെച്ചിരിക്കുന്ന പാപം
യേശുവിൻ നാമത്തിൽ അതൊന്ന് വിട്ടുകളഞ്ഞാട്ടെ. ഇന്ന് നിങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ പിടിച്ചൊതുക്കി വെച്ചിരിക്കുന്ന ഭയം ഒന്ന് മാറ്റിക്കളഞ്ഞാട്ടെ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ മോശ പറയുന്നൊരു പദം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. ദൈവമക്കളുടെ ജീവിതത്തിൽ പിശാച് കൊണ്ടുവരുന്ന ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ഭയമാണ്. പലതിലും നമ്മൾ ഭയപ്പെടുന്നു. തിരുവചനത്തിൽ നമ്മൾ ആകമാനം പരിശോധിച്ചാൽ 365-ലധികം പ്രാവശ്യങ്ങൾ ഭയപ്പെടേണ്ട എന്നുള്ളതായ വേർഡ്, ഡു നോട്ട് ഫിയർ എന്നുള്ള പദം ആവർത്തിച്ച് 365-ലധികം പ്രാവശ്യം തിരുവചനത്തിൽ കാണുന്നു. ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം പിശാചിന്റെ ഏറ്റവും വലിയ ആയുധമാണ് അവനെ ഭയത്തിൽ അടിമപ്പെടുത്തുക, ഭയം കൊണ്ടിടുക, ഭീരുത്വം കൊണ്ടിടുക. ഇന്ന് തിരുവചനം കേൾക്കുന്ന ആരെങ്കിലും നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു, നീ ഭയപ്പെടണ്ട, നീ ഉറച്ചു നിൽപ്പീൻ. ഇന്ന് നിങ്ങൾക്ക് കർത്താവ് ചെയ്യുവാനിരിക്കുന്ന ആ രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുവീൻ. ഈ സാഹചര്യം നിങ്ങൾക്കറിയാം, എന്താണ് അതിന്റെ പശ്ചാത്തലം എന്നറിയാം. മുൻപിൽ നോക്കുമ്പോൾ ചെങ്കടൽ, പുറകിൽ ഫറവോനും സൈന്യവും കടന്നു വരുന്നു. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ മുൻപോട്ട് പോകാൻ കഴിയത്തില്ല, ഇരുവശങ്ങളിലേക്ക് ഓടിക്കയറുവാൻ കഴിയത്തില്ല. പുറകിൽ ഫറവോനും സൈന്യവും. മരുഭൂമിയിൽ തകർന്നു പോകുമോ എന്ന് ചിന്തിച്ച് പിശാച് കൊണ്ട് ഭയമിട്ടപ്പോൾ മോശ അവരോട് ദൈവാത്മാവിൽ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ. ഡു നോട്ട് ഫിയർ, സ്റ്റാൻഡ് ബൈ ആൻഡ് സീ ദ സാൽവേഷൻ ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുവീൻ. ഇന്ന് തിരുവചനം കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ഒരുപക്ഷെ ചെങ്കടല് പോലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കണ്ടേക്കാം. പുറകിൽ നോക്കുമ്പോൾ അവിടെയും നിങ്ങൾക്ക് പ്രതിസന്ധി കണ്ടേക്കാം. നാല് ചുറ്റുപാടും ഒരു വിധത്തിലും രക്ഷപ്പെടുവാൻ കഴിയാത്ത സാഹചര്യങ്ങളായിരിക്കാം. ബട്ട് സ്റ്റിൽ ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുക, ദൈവത്തിൽ നിങ്ങൾ ആശ്രയം വയ്ക്കുക, ദൈവത്തിൽ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക. അതെ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇന്ന് അത്ഭുതം ചെയ്യും. അതിന്റെ പരിണതമായ കാര്യം നിങ്ങൾക്കറിയാം, എന്താ സംഭവിച്ചെന്നുള്ളത്. ദൈവം അവിടെ അത്ഭുതം ചെയ്തു. ചെങ്കടലിന്റെ നടുവിൽ കൂടെ ഒരു വഴി തുറന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവവേദലേ, ഇന്ന് നീ പ്രതിസന്ധിയിലാണോ, പ്രശ്നത്തിലാണോ? ഇന്ന് ദൈവം നിന്നെ വിടുവിക്കും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ മാനസാന്തരപ്പെടണം, നീ ഗുണപ്പെടണം. നിന്റെ ഭയം നിന്റെ ജീവിതത്തിൽ എടുത്തു മാറ്റണം. നീ ദൈവത്തിൽ ഉറച്ചു നിൽക്കണം. കർത്താവ് യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതെ ഇരിക്കുവീൻ. നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങൾ യുദ്ധം ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ, നിങ്ങൾ പ്രശ്നത്തിൽ ഇടപെടുവാൻ കഴിയുമ്പോൾ സർവശക്തനായ ദൈവം കൈയും കെട്ടിയിരിക്കും. പക്ഷെ നിങ്ങൾ കൈ കെട്ടിയൊന്നിരുന്നേ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ള സമയമേ എൻ്റെ മുൻപിലുള്ളൂ. അതുകൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യോശുവ ജനത്തോട് പറയുന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നാളെ, ഇപ്പോൾ, ഇന്ന്, നാളെ. ആമേൻ. യോശുവ പറയുകയാണ്, ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ ചെയ്താൽ നാളെ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. ആമേൻ. പല സമയങ്ങളിലും ആമേൻ നമുക്ക് വിടുതൽ ആവശ്യമാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു വിഷയം ഏതാണ്? നിങ്ങളുടെ ശുദ്ധീകരണം. ദൈവസന്നിധിയിൽ നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. യോശുവ പറയുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. നിങ്ങൾ അങ്ങനെ ശുദ്ധീകരിച്ചാൽ യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. പ്രിയ സഹോദര, സഹോദരി, പല സമയങ്ങളിലും നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ കഴിയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ അശുദ്ധി ഇരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പാപം ഇരിക്കുമ്പോൾ ദൈവത്തിന് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത്? നമ്മുടെ ജീവിതത്തെ നമ്മൾ അശുദ്ധമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് എങ്ങനെയാണ് നമ്മളിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത്? നമ്മൾ നാവിൽ കൂടെ വേണ്ടാത്തത് പറയുമ്പോൾ ദൈവത്തിന് എങ്ങനെയാണ് പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നത്? നമ്മൾ അരുതാത്തത് ചെയ്യുമ്പോൾ ദൈവത്തിന് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത്?
ദൈവമക്കളെ ശ്രദ്ധിക്കണം. ഒരാൾ തെറ്റ് ചെയ്താൽ മതി, അതിൻ്റെ പരിണിതമായ ഫലം ഒരു കുടുംബം മുഴുവനും അനുഭവിക്കും, ഒരു സഭ മുഴുവനും അനുഭവിക്കേണ്ടതായി വരും, ഒരു ദേശം മുഴുവനുമായി അനുഭവിക്കേണ്ടതായി വരും. അതിന്റെ തെളിവാണ് ആഖാൻ യെരിഹോ പട്ടണം പിടിച്ചെടുക്കുമ്പോൾ വിശിഷ്ടമായ സാധനങ്ങൾ അവൻ മോഷ്ടിച്ചത്. അവന്റെ ഒരൊറ്റ കാരണം കൊണ്ട്, അവന്റെ അശുദ്ധി കൊണ്ട്, അവൻ ചെയ്ത പാപപ്രവൃത്തികൾ കൊണ്ട് ഹായ് പട്ടണം പിടിക്കാൻ പോകുന്ന ഇസ്രായേൽ ജനം അവരുടെ മുൻപിൽ തോറ്റുകൂടി. അപ്പോൾ പരാജയം എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് പരാജയങ്ങൾ കടന്നു വരുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ കടന്നു വരുന്നത്? ഒത്തിരി ഭാഗങ്ങളുണ്ട്. നാളെ ദൈവം അത്ഭുതം, യോശുവയുടെ പുസ്തകം 11-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ യഹോവ യോശുവയോട്, അവരെ പേടിക്കണ്ട, ഞാൻ നാളെ ഈ നേരം അവരെയൊക്കെയും ഇസ്രായേലിന്റെ മുമ്പിൽ ചത്തു വീഴുമാറാക്കും. നീ അവരുടെ കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടി രഥങ്ങൾ തീയിട്ട് ചുട്ടുകളയണം. അപ്പോൾ നാളെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ഇന്ന് ഈ തിരുവചനം കേൾക്കുമ്പോൾ ആരെങ്കിലും, കർത്താവെ, ഇന്ന് ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കാൻ ഞാൻ തയ്യാറാകുന്നു, എൻ്റെ ജീവിതത്തിൽ എടുത്തു മാറ്റേണ്ടതിനെ മാറ്റുവാൻ ഞാൻ തയ്യാറാകുന്നു എന്ന് പറഞ്ഞ ആരെങ്കിലും ദൈവസന്നിധിയിൽ ഇരിക്കുന്നെങ്കിൽ തീർച്ചയായും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് നിങ്ങൾ മറുപടി കാണുവാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിച്ച് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം നിങ്ങളുടെ കരങ്ങളിൽ മറുപടി കൊണ്ടുതരും. അതുകൊണ്ട് ഇന്ന് നമുക്ക് ദൈവസന്നിധി നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കാം. ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് ഗുണീകരത്തിന് വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ എലീശ യഹോവയുടെ അരുളപ്പാട് കേൾക്കുവിൻ, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിൽക്കൽ ശേക്കലിന് 1 സെയാ ഗോതമ്പ് മാവും ശേക്കലിന് 2 സെയാ യവവും വിൽക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവം നിങ്ങളോടൊരു ദൂത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സഹോദര സഹോദരി കണ്ണുമടച്ചത് വിശ്വസിച്ചോ, ദൈവം അത് ചെയ്തിരിക്കും. കാരണം ദൈവം ഒരിക്കൽ പോലും ഭോഷ്ക് പറയുന്നവനല്ല. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വിടുവിക്കും എന്ന് പറഞ്ഞാൽ 100% ആ വാക്കിനെ വിശ്വസിക്കണം, ആ വാക്കിൽ കയറി പിടിക്കണം. ദൈവം എനിക്ക് അത്ഭുതം ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. എന്നാൽ അവിടെ നിന്നൊരു മനുഷ്യൻ, അകമ്പടി നായകൻ, ഒരു അവിശ്വാസത്തിന്റെ വാക്കവൻ പറഞ്ഞു. അവൻ പറഞ്ഞ ഇപ്രകാരമാണ്, യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ദൂത് അവനോട് വരികയാണ്. അതിനവൻ, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു. ഇനി അടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. പല സമയങ്ങളിലും നമ്മുടെ അവിശ്വാസം നിമിത്തം, നമുക്ക് ദൈവത്തെ വിശ്വസിക്കാൻ കഴിയാത്തത് നിമിത്തം നമ്മുടെ ജീവിതത്തിൽ പലതും അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ല. ദൂത് കിട്ടിയുണ്ട്, വാഗ്ദത്തം കിട്ടിയിട്ടുണ്ട്. സഹോദര സഹോദരി, എത്ര ദൂത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, എത്ര പ്രോമിസുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി പ്രോമിസുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട. കിട്ടിയ പ്രോമിസുകളൊക്കെ കർത്താവെ ഒന്ന് നിവർത്തിക്കാൻ വേണ്ടി, അത് പ്രാപിച്ചെടുക്കാൻ വേണ്ടി, എന്തുകൊണ്ടാണ് എനിക്കത് നഷ്ടമായി പോകുന്നത്, എന്തുകൊണ്ടാണ് അത് ഡിലേ ആയി പോകുന്നതെന്ന് ഒന്ന് തിരിച്ചറിഞ്ഞ് അതൊക്കെ ഒന്ന് പ്രാപിച്ചെടുക്കാൻ വേണ്ടി ആകട്ടെ നമ്മുടെയൊക്കെ താല്പര്യവും ആഗ്രഹങ്ങളും. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. തക്ക സമയമാകുമ്പോൾ എലീശ പ്രവാചകൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടന്നു. പക്ഷേ അതിൽ അകമ്പടി നായകന് കാണാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇന്ന് രാത്രിയിൽ തിരുവചനം കേൾക്കുന്ന ദൈവമക്കളെ, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ, എൻ്റെ സമയം അവസാനിക്കുന്നല്ലോ, ഇനിയുമുണ്ട് കുറെ പോയിന്റുകളൂടെ പറയാൻ. പക്ഷേ ഞാൻ ആ ഭാഗം അവിടെ നിർത്തുകയാണ്. ആമേൻ. ബാക്കി ഏതെങ്കിലും സമയം ദൈവം അനുവദിക്കുന്ന സമയത്ത് ബാക്കി ഞാൻ സംസാരിക്കാം. കർത്താവെ, ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഈ തിരുവചനം കേൾക്കുന്ന എല്ലാവരും കണ്ണുകൾ നടച്ചാട്ടെ. ഇപ്പോൾ ഈ നിമിഷത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വിടുതൽ അനുഭവിക്കാം. അല്ല, ഇന്ന് നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ വിടുതൽ അനുഭവിക്കാം, നാളെ നിങ്ങൾക്ക് വിടുതൽ അനുഭവിക്കാം. പക്ഷെ ഈ വിടുതൽ എല്ലാം അനുഭവിക്കുന്ന ദൈവികമായ സമയം വെളിപ്പെടുന്നതിന് ദൈവം പ്രവർത്തിക്കുന്നത് നിദാനം. ആമൻ. നിങ്ങളുടെ മാനസാന്തരം, ആമൻ, ഇപ്പോൾ ആമൻ എന്നുള്ള ആ സമയത്ത്, ആമൻ, അവരുടെ വിശ്വാസം ഇന്ന് എന്നുള്ളതിനകത്ത്, ആമൻ, നമ്മുടെ മാനസാന്തരം, നമ്മുടെ ഗുണീകരണം, നമ്മുടെ ഏറ്റുപറച്ചിൽ, നാളെ എന്നുള്ളതിൽ നമ്മുടെ ശുദ്ധീകരണം. നോക്കിയേ, എന്നാലും ഈ 3 സമയങ്ങളിലും ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ മറുപടി വരുന്നത് എന്റെയും നിങ്ങളുടെയും മാനസാന്തരത്തിന് അധിഷ്ഠിതമായതാണ്. മാനസാന്തരമില്ലാത്ത അനുഗ്രഹങ്ങളല്ല. ആമൻ. ഗുണപ്പെടാതെ ഉള്ള അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളല്ല.
ഇന്ന് പകൽക്കാലം യഥാർത്ഥമായ അനുഗ്രഹം നമുക്ക് പ്രാപിക്കാം. നമ്മളെ തന്നെ ദൈവകരങ്ങൾ ഒന്ന് സമർപ്പിച്ചാട്ടെ. കേൾക്കുന്ന ദൈവമക്കളെല്ലാം നിങ്ങളെ തന്നെ ഹൃദയത്തിൽ ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചാട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഇപ്പോൾ ഈ വചനത്തിന്റെ ശക്തി അവൻ അവിടേക്ക് പാഞ്ഞു ചെല്ലുന്നതായി ദൈവാത്മാവിൽ ഞാൻ തിരിച്ചറിയുന്നു. പരിശുദ്ധാത്മാവ് ചിലരെ തൊടുന്നതായി, ചില വ്യക്തികളെ സ്പർശിക്കുന്നതായി ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. കർത്താവെ, യേശുവിന്റെ നാമത്തിൽ കർത്താവെ, പ്രതിസന്ധികളുടെ നടുവിൽ അവൻ ഈ പടക് മുങ്ങിപ്പോകുമോ, തകർന്നു പോകുമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ മേൽ ഇന്ന് ഈ സന്ധ്യയിൽ ദൈവത്തിന്റെ ആത്മാവ് അവൻ എഴുന്നേൽക്കുന്നു, പ്രവർത്തിക്കുന്നു. അവൻ ആ കാറ്റിനെ, കടലിനെ അവൻ ശാന്തമാക്കുന്നു. യേശുവിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന തീവ്രമായ ആഗ്രഹത്തോടെ ഇരിക്കുന്ന ദൈവ പൈതലിന് മേൽ അവന്റെ ആഗ്രഹം തിരിച്ചറിഞ്ഞ് അവന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം ഇപ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്ന കർത്താവെ, യേശുവിന്റെ നാമത്തിൽ അവൻ ആ ചില വ്യക്തികളുടെ മേൽ, ചില കുടുംബങ്ങളിൽ മേൽ ദൈവ സാന്നിധ്യം വന്ന് നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ചില കുടുംബങ്ങളുടെ രക്ഷയ്ക്ക് ഈ തിരുവചനം നിദാനമാകട്ടെ. ചില സക്കായുടെ കുടുംബത്തിൽ മാറ്റം വന്നതുപോലെ ചില കുടുംബങ്ങളുടെ രക്ഷയ്ക്ക് ഈ വചനം നിദാനമായി മാറട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ തന്നെ വിശുദ്ധിയിൽ ഒന്ന് തികച്ച്, ആമൻ കർത്താവേ, നീ വിശുദ്ധനാണ്, അതുകൊണ്ട് വിശുദ്ധിയിൽ ഞങ്ങളെ തന്നെ നിലനിർത്തുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശുവിൻ തന്നെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.